മലയാള സാഹിത്യത്തിലെ മാധവിക്കുട്ടി എന്ന കമലാസുരയ്യയെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് പ്രണയവും ഏകാന്തതയും നിറഞ്ഞ വരികളാണ്. എന്നാൽ അതിനുമപ്പുറം മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒന്നാണ് അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ. തൃശ്ശൂരിലെ പുന്നയൂർ കുളത്തെ നാലപ്പാട്ട് തറവാടിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ഒരുക്കിയ ബാല്യകാല സ്മരണകൾ എന്ന പുസ്തകം വെറുമൊരു ഓർമ്മക്കുറിപ്പ് മാത്രമല്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിൻ്റെ മനോഹരമായ ചിത്രീകരണമാണ്. കൊൽക്കത്തയിലെ തിരക്കുപിടിച്ച നഗര ജീവിതത്തിൽ നിന്നും പുന്നയൂർ കുളത്തെ ശാന്തതയിലേക്കുള്ള യാത്രയായിരുന്നു മാധവിക്കുട്ടിയുടെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ സന്തോഷം. നാലപ്പാട്ട് തറവാട് അവർക്ക് വെറുമൊരു വീടായിരുന്നില്ല, ഒരു മാന്ത്രിക ലോകമായിരുന്നു. അവിടുത്തെ വലിയ മാവുകളും കുളവും സർപ്പക്കാവും ഇലഞ്ഞിപ്പൂക്കളുടെ മണവും അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഈ ഓർമ്മയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് അവരുടെ അമ്മൂമ്മയാണ്. സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവിടമായിരുന്നു അമ്മമ്മ. അവരുടെ സാമീപ്യവും അവർ പറഞ്ഞു കൊടുത്ത കഥകളുമാണ് മാധവിക്കുട്ടിയിലെ എഴുത്തുകാരിയെ രൂപപ്പെടുത്തിയത്. നാട്ടിൻപുറത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്നും കൊൽക്കത്തയിലെ വലിയ നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ ഒരുതരം ഏകാന്തത അവരെ വേട്ടയാടിയിരുന്നു. കണിശക്കാരനായ അച്ഛൻ്റെ ശിക്ഷണവും യൂറോപ്യൻ സ്കൂളിലെ വംശീയമായ വിവേചനവും ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ വലിയ മുറിപ്പാടുകളുണ്ടാക്കി. വെള്ളക്കാരായ കുട്ടികളുടെ ഇടയിൽ താൻ ഒറ്റപ്പെട്ടു പോകുന്നതായി അവർക്ക് പലപ്പോഴും തോന്നി. ഈ ഏകാന്തതയും സങ്കടങ്ങളുമാണ് പിന്നീട് കഥകളായും കവിതകളായും അവരുടെ പേനയിലൂടെ പുറത്തു വന്നത്. ബാല്യകാല സ്മരണകൾ ഈ രണ്ടു ജീവിത സാഹചര്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ മനോഹരമാക്കി അവതരിപ്പിക്കുന്നു. ഈ പുസ്തകം വായിക്കുമ്പോൾ വായനക്കാർക്ക് അനുഭവപ്പെടുന്നത് സ്വന്തം കുട്ടിക്കാലം തന്നെയാണ്. അത്രമാത്രം ലളിതവും സത്യസന്ധവുമായാണ് മാധവിക്കുട്ടി ഇത് എഴുതിയിരിക്കുന്നത്. കുട്ടിക്കാലത്തെ ചെറിയ കുസൃതികൾ, ഭയങ്ങൾ, വലിയവരോടുള്ള ആരാധന, പ്രകൃതിയോടുള്ള പിണക്കം എന്നിവയെല്ലാം ഇതിൽ കാണാം. വിപണന തന്ത്രങ്ങളില്ലാത്ത നിഷ്കളങ്കമായ ഒരു കാലഘട്ടത്തിലേക്ക് ഈ പുസ്തകം നമ്മെ കൊണ്ടുപോകുന്നു. മാധവിക്കുട്ടി ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും പുന്നയൂർ കുളത്തെ ആ പഴയ തറവാടും അവിടുത്തെ കാറ്റും ഇലഞ്ഞിപ്പൂക്കളുടെ സുഗന്ധവും ബാല്യകാല സ്മരണകളിലൂടെ എന്നും നമുക്ക് ആസ്വദിക്കാം. നഷ്ടപ്പെട്ടുപോയ പ്രകൃതിയെയും മനുഷ്യരെയും സ്നേഹത്തെയും ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു സാഹിത്യകൃതി തന്നെയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.